അല്ല, മന്ത്രി കടിച്ചു തൂങ്ങാനാണ് തീരുമാനിക്കുന്നത്. മന്ത്രിയെ സംബന്ധിച്ച് പരാതി സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു സ്ത്രീ വിളിച്ച് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ പോലീസിൻ്റെ സംവിധാനം സഹായമായി എത്തിയില്ല. കേരളത്തിനകത്ത് മന്ത്രിയുടെ ഭവനത്തിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും ധിക്കാരവുമാണ്. മാത്രമല്ല, അദ്ദേഹം തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടുന്ന സർക്കാരാണ് ഇതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ ഇന്ന് പോലും ഇരുന്ന മന്ത്രി എന്ന് പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു മന്ത്രിയാണ്. മന്ത്രിയുടെ ഭവനത്തിനകത്ത് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരാൾക്കൊപ്പം മന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞത് മന്ത്രിയുടെ ഭാര്യയാണ്. നമസ്കാരം. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്ത് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് നേതൃത്വങ്ങൾ മാർച്ച് നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. പത്തനാപുരത്ത് MLA ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുകയും പോലീസുമായി വാക്കേറ്റമുണ്ടാകുകയും ചെയ്തു. കുറച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പോലീസുമായി വലിയ വാക്കുതർക്കമാണ് ഉണ്ടായത്. സംഘർഷത്തിൻ്റെ സാഹചര്യം വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പരമാവധി സംയമനം പാലിക്കുകയായിരുന്നു ചെയ്തത്. കുറച്ച് പ്രവർത്തകരെ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ പ്രതിഷേധം തന്നെയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പത്തനാപുരത്ത് ഉയരുന്നത്. മന്ത്രി രാജി വയ്ക്കും വരെ സമരം നടത്തുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് നമുക്കൊപ്പം ചേരുകയാണ്. മന്ത്രി രാജിവെക്കുന്നില്ലെന്നാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അല്ല, മന്ത്രി കടിച്ചു തൂങ്ങാനാണ് തീരുമാനിക്കുന്നത്. മന്ത്രിയെ സംബന്ധിച്ച് പരാതി സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പരാതി ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഞാൻ വേറെ പരാതി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവർ തന്നെ കേരളത്തിലെ 112 ഫോണിൽ വിളിച്ച് പറഞ്ഞ ഒരു പരാതി, പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു സ്ത്രീ വിളിച്ച് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ പോലീസിൻ്റെ സംവിധാനം സഹായമായി എത്തിയില്ല. അവിടെ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, പോലീസുകാർ കാഴ്ചക്കാരായി നിന്നു. മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരോ സ്റ്റാഫോ മന്ത്രിയുടെ ഭാര്യയെ മർദ്ദിച്ചു എന്ന് വെച്ചാൽ കേരളത്തിനകത്ത് മന്ത്രിയുടെ ഭവനത്തിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അവിടെ എല്ലാം മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഈ സർക്കാരിൻ്റേതായി ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടുന്ന ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 3 ദിവസക്കാലം ഈ പരാതി കയ്യിൽ അല്ലെങ്കിൽ ഈ വിഷയം മൂടി വെച്ച് ഈ വിഷയം ഒത്തുതീർപ്പാക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു സർക്കാരിന് തുടരാനുള്ള അവകാശമില്ല. മന്ത്രി രാജിവെക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്രമേൽ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വഷളായ കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ച് പോകേണ്ടതല്ലേ എന്ന് സാമാന്യ ജനങ്ങൾ, പൊതുസമൂഹം ചോദിക്കില്ലേ? അപ്പോൾ ആ ജനങ്ങൾക്ക് മുമ്പിൽ വീണ്ടും അതേ മന്ത്രിയെ ഇനിയുള്ള ദിവസങ്ങൾ, നിസ്സാര ദിവസങ്ങൾ മാത്രമാണ് സർക്കാരിന് അവശേഷിക്കുന്നതെങ്കിൽ കൂടി ആ ദിവസങ്ങളിലും കൂടി ഈ മന്ത്രിയെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും ധിക്കാരവുമാണ്. മാത്രമല്ല, അദ്ദേഹം തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടുന്ന സർക്കാരാണ് ഇതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ ഇന്ന് പോലും ഇരുന്ന മന്ത്രി എന്ന് പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു മന്ത്രിയാണ് എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എതിർപക്ഷത്ത് നിൽക്കുന്ന ഇതുപോലെ വിഷയങ്ങളിലൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ വലിയ നിലപാടെടുക്കുകയും ഇത് മന്ത്രിയുടെ ഭാര്യ തന്നെ തെളിവ് സഹിതം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നിട്ടൊരു യാതൊരു നിലപാടുകളും അവർ പറയുന്നില്ല. അല്ല, ഇവിടെ പരാതി ഉന്നയിച്ചതും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞത് മന്ത്രിയുടെ പത്നി തന്നെയാണ്. അവരിന്ന് അദ്ദേഹത്തിന് പരാതി കൊടുക്കാനില്ല എന്നെങ്കിൽ പറയെങ്കിൽ കൂടി അവരുന്നയിച്ച വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. മന്ത്രിയുടെ ഭവനത്തിനകത്ത് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരാൾക്കൊപ്പം മന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞത് മന്ത്രിയുടെ ഭാര്യയാണ്. അതിൻ്റെ ഫോട്ടോയും വീഡിയോയും തെളിവുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. 2, അവരൊരു പരാതി 112 വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അവർ കണ്ട് സംസാരിച്ച് തിരിച്ചു പോവുകയാണ്. ഇവരൊക്കെ ഒരു സുരക്ഷ ഒരുക്കാൻ വേണ്ടി തയ്യാറായില്ല. അപ്പോൾ 2 വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ധാർമ്മികമായി മന്ത്രി പരാജയപ്പെട്ടു. 2, മന്ത്രി അധാർമികമായി പോലീസ് സംവിധാനങ്ങളെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് സ്വന്തം ഭാര്യയെ പോലും വരുതിയിലാക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തി എന്നുള്ളതാണ്.
കണ്ണി കൊള്ളാൻ നോക്കണം. കണ്ണി കൊള്ളാതാ വലിക്കുമ്പോ കണ്ണി കൈ ഒടിഞ്ഞാണ്